ഹായ്. നമുക്ക് 2025 PSC നടത്തിയ എക്സാമുകളിൽ നിന്ന് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെട്ടാലോ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാരാം? ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആരാ? ഓപ്ഷൻ സി ആണ് AV കുട്ടിമാളു അമ്മ കേട്ടോ. ഓപ്ഷൻ സി AV കുട്ടിമാളു അമ്മയാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ്? തന്നിരിക്കുന്നതിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാ? ഓപ്ഷൻ ബി ആണ് കയ്യൂർ സമരം. അല്ലേതാ? കയ്യൂർ സമരമാണ്. ഇതിൽ പുന്നപ്ര വയലാർ എവിടെയാണ് നടന്നത്? പുന്നപ്ര വയലാർ എവിടെയായിരുന്നു? ആലപ്പുഴ ജില്ലയിലാണ്. കരിവള്ളൂർ കണ്ണൂർ ജില്ലയിലാണ്. മൊറാഴ എവിടെയാ? കണ്ണൂർ ജില്ല അല്ലേ. കയ്യൂർ എവിടെയാ? കാസർഗോഡ് ജില്ലയാണ്. പുന്നപ്ര വയലാർ ആലപ്പുഴ, കരിവള്ളൂരും മൊറാഴയും എവിടെയാ? കണ്ണൂർ ജില്ലയിലാണ്. ഇനി താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരൊക്കെയാണ്? തന്നിരിക്കുന്ന നവോത്ഥാന നായകന്മാരിൽ ഒരേ വർഷം ജനിച്ച നവോത്ഥാന നായകന്മാർ ആരൊക്കെയാ? ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയും. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന സ്ഥാപിച്ചതാരാം? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന സ്ഥാപിച്ചതാരാ? ഓപ്ഷൻ ബി ആണ് കുമാര ഗുരുദേവൻ അല്ലെ. കുമാര ഗുരുദേവനാണ്. PRDS എന്നും ചോദിക്കാറുണ്ട്. PRDSന്റെ എക്സ്പാൻഷൻ ആണ് എന്ത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഇനി 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്ന്, ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് എന്തായിരുന്നു? നമ്മുടെ കുറിച്യ കലാപത്തിന്റെ ഒരു കാരണമാണ്. രണ്ടാമത്തത്, രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടത്തിയത്. തെറ്റാണ്. നമ്മുടെ വയനാട്ടിലാണ്. കലാപത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. വില്യം ലോഗൻ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാ? മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി കലാപത്തിന് നേതൃത്വം നൽകിയതാരാ? രാമനമ്പിയാണ്. 1ഉം 4ഉം മാത്രമേ ഇതിൽ ശരിയായ പ്രസ്താവനകളുള്ളൂ. ഇനി ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അതായത് കൃതികളും അതിന്റെ കർത്താക്കളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടെത്തുക. ഒന്നെന്താ? ചട്ടമ്പി സ്വാമികൾ അഖിലത്തിരുട്ട്, ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം, പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി, വൈകുണ്ഠസ്വാമികൾ ദർശനമാല. അപ്പൊ ഇതില് ശരിയായിട്ടുള്ള ജോഡി ഒറ്റൊന്നേ ഉള്ളൂ. ഏതാ അത്? ഓപ്ഷൻ സി ആണ്. പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് ഏത്? ജാതിക്കുമ്മി അല്ലെ. ജാതിക്കുമ്മി ആരുടെ കൃതിയാ? പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ്. ഇനി അഖിലത്തിരുട്ട് അരുൾനൂൽ അതൊക്കെ ആരുതാ? വൈകുണ്ഠസ്വാമികളുടെ കൃതിയാണ് ഏത്? അഖിലത്തിരുട്ട് അരുൾനൂൽ എന്നൊക്കെ പറയുന്നത് അല്ലെ. ഇവിടെ ആരാ തന്നിരിക്കുന്നത്? ചട്ടമ്പി സ്വാമികളാണ് തന്നിരിക്കുന്നത്. പ്രാചീന മലയാളം ആരുടെ കൃതിയാ? പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഏത്? പ്രാചീന മലയാളം. ദർശനമാല ആരതാ? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ഇനി ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാ? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ഗിഫോർഡ് ആണ്. ആരാ? ഗിഫോർഡ് ആണ്. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ഗാന്ധിജിക്ക് ബന്ധമുണ്ട്. നിസ്സഹകരണ സമര പ്രചരണാർത്ഥം കേരളത്തിൽ വന്നിട്ടുണ്ട്. പാലിയം സത്യാഗ്രഹം നടക്കുന്ന 1947 അന്ന് എന്തില്ല? ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടില്ല. ഹരിജൻ ധനസമാഹരണവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ ആര് വന്നിട്ടുണ്ട്? ഗാന്ധിജി എത്തിയിട്ടുണ്ട്. ഇനി എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ വെച്ച് നടന്നത്? എത്രാമത്തെയാ? 5ാമത്തെ. 5ാമത്തെ അഖില മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? മഞ്ചേരിയിൽ വെച്ചാണ്. ഇനി പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? ആ പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ ബി ആണ് VT ഭട്ടതിരിപ്പാട്. ആരാ? VT ഭട്ടതിരിപ്പാട്. ഇനി വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാണ്? വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാ? 1921 അല്ലെ. 1921 പക്ഷെ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഡേറ്റ് നവംബർ 10 കേട്ടോ. 1921 നവംബർ 10 ഏത് നടക്കുന്നത്? വാഗൺ ട്രാജഡി നടക്കുന്നത് അല്ലെ. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ
തീവണ്ടി ദുരന്തമാണ് ഏത് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. വർഷം ഓർത്തു വെക്കുക, 1921 നവംബർ 10 വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ചോദിച്ചാൽ ഏതാ? പോത്തന്നൂർ സ്റ്റേഷൻ കേട്ടോ. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ചോദിക്കുകയാണെങ്കിൽ അത് പോത്തന്നൂറാണ്. അതുപോലെ വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ചോദിക്കുന്നതെങ്കിൽ ഏതാ? AR നേപ്പ് കമ്മീഷൻ കേട്ടോ. ഏതാ? AR നേപ്പ് കമ്മീഷനാണ്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാള് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് തിരൂർ കേട്ടോ, മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ്. ഇനി അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ്? അയ്യങ്കാളി ജനിച്ച ജില്ല ചോദിക്കുകയാണെങ്കിൽ ഏതാ? ഓപ്ഷൻ A ആണ്, തിരുവനന്തപുരമാണ്. ഇനി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാം? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാ? സർദാർ KM പണിക്കർ. ഓപ്ഷൻ ബി സർദാർ KM പണിക്കരാണ്. ഇനി തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്ത നേതാവിനെ തിരിച്ചറിയുക. കുറച്ച് സൂചകങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഏത് വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത് കണ്ടെത്തുക. ഒന്നാമത്തെ എന്താ? 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിത കഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അപ്പൊ 3 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇതിൽ ആരെ കുറിച്ചാണ് പറയുന്നത്? 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായി, പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. ഈ ഒരു കാര്യം മാത്രം മതിയോ അല്ലെ? എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ആരതാ? AK ഗോപാലന്റെ ആത്മകഥയാണ് ഏത്? എൻ്റെ ജീവിതകഥ. ഇനി ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാ? ഗാന്ധിയും അരാജകത്വവും എന്ന കൃതിയുടെ കർത്താവ് ചോദിച്ചാൽ ആരാ? ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെ? C ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇനി ഫത്തഹുൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഫത്തഹുൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റിയിട്ട് ശരിയായ പ്രസ്താവനകൾ. ഒന്ന്, കവി കാസി മുഹമ്മദ് ആണ് എഴുതിയത്. സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. കേരളത്തിലെ ജാതി വ്യവസ്ഥയെ വിവരിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യമാണ്. ഇപ്പൊ 4 പ്രസ്താവന ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടെത്തിയാൽ മതി അല്ലെ? ഒന്നെന്താ പറയുന്നത്? കവി കാസി മുഹമ്മദ് ആണ് എഴുതിയത്? ഫത്തഹുൽ മുബീൻ എഴുതിയത് ശരിയാണ്. സാമൂതിരി രാജാവിന് എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ പ്രകീർത്തിക്കുന്നുണ്ട്. ജാതി വ്യവസ്ഥയെക്കുറിച്ചൊന്നും അതിൽ എന്ത് ചെയ്യുന്നില്ല, വിവരിക്കുന്നില്ല. 17-ാം നൂറ്റാണ്ടല്ല, 16-ാം നൂറ്റാണ്ടിലാണ് ഏത് എഴുതിയത്? ഫത്തഹുൽ മുബീൻ എഴുതിയത്. അപ്പോൾ ശരിയായത് ഏതൊക്കെയാ? 1ഉം 2ഉം മാത്രമേ ഇതിൽ ശരിയായ പ്രസ്താവനയുള്ളൂ. ഇനി കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാ? കോഴിക്കോടിലെ വടകരയാട്ടോ. എവിടെയാ? വടകരയാണ്. ഇനി ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? അയ്യത്താൻ ഗോപാലൻ. ഓപ്ഷൻ A ആണ്, അയ്യത്താൻ ഗോപാലനാണ്. ഇനി ബാരിസ്റ്റർ GP പിള്ള താഴെ തന്നിരിക്കുന്ന ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ട നേതാവാണ്? ബാരിസ്റ്റർ GP പിള്ള എന്തുമായി ബന്ധപ്പെട്ടതാ? മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? ബാരിസ്റ്റർ GP പിള്ള. ഇനി കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ഏതാ? തന്നിരിക്കുന്നതിൽ കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ഓപ്ഷൻ C ആണ്, ഷൺമുഖൻ ചെട്ടിയാണ്. അപ്പോൾ കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ, S നീലകണ്ഠ അയ്യറും ഇക്കണ്ഠ വാര്യറും. പഠിച്ചു വെച്ചോ. ഇനി VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? തന്നിരിക്കുന്നതിൽ VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാ? ഓപ്ഷൻ A ആണ്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇനി തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാ? ഓപ്ഷൻ B ആണ്, അക്കാമ ചെറിയാനാണ്. ഇനി ചുവടെ പറയുന്നവരിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്? ഡോക്ടർ KB മേനോന്. ഡോക്ടർ KB മേനോൻ എന്തുമായി ബന്ധപ്പെട്ടതാ? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? ഡോക്ടർ KB മേനോന്. ഇനി മഹാകവി G ശങ്കരക്കുറുപ്പ് 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? മഹാകവി G ശങ്കരക്കുറുപ്പ് 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? ഓപ്ഷൻ A ആണ്, ശ്രീനാരായണ ഗുരുവാണ്. ഇനി സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിട്ടുള്ള ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാ?
സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിട്ടുള്ള ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാ? വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ ബി ആണ്, വാഗ്ഭടാനന്ദനാണ്. ഇ.വി. രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഓപ്ഷൻ എ ആണ്, വൈക്കം അല്ലെ, കോട്ടയം ജില്ലയിലെ വൈക്കത്താണ്. ഇനി ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ഏത് ജില്ലയിലാ? തിരുവനന്തപുരത്ത്. ഓപ്ഷൻ ഡി ആണ്, തിരുവനന്തപുരമാണ്. ഇനി അയ്യങ്കാളി ജനിച്ച വർഷം ഏതാണ്? അയ്യങ്കാളി ജനിച്ച വർഷം ഏതാ? 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28 ആര് ജനിക്കുന്നത്? അയ്യങ്കാളി ജനിക്കുന്നത്. ഇനി താഴെ പറയുന്ന സംഭവങ്ങളിൽ ശരിയായ കാലക്രമം എഴുതുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം വർഷങ്ങൾ അറിയാം അല്ലെ. കുറിച്യ കലാപം ഏതാ വർഷം? 1812 കുറിച്യ കലാപം. കുണ്ട്ര വിളംബരം 1809. പഴശ്ശി കലാപം, 2 പഴശ്ശി കലാപമുണ്ട്. 1793 മുതൽ 1797 വരെയാണ്. രണ്ടാം പഴശ്ശി കലാപമാണെങ്കിൽ 1800 മുതൽ 1805 വരെയാണ്. നമ്മുടെ 1805 എഴുതുന്നുണ്ട്. രണ്ടാമത് മലബാർ കലാപം 1921 അല്ലെ. അപ്പൊ ആദ്യം വരേണ്ടത് ഏതാ? പഴശ്ശി കലാപം അല്ലെ. 1805 നടന്ന പഴശ്ശി കലാപം, അല്ലെങ്കിൽ 1793 മുതൽ 1805 വരെയാണ് ഇത് പഴശ്ശി കലാപത്തിന്റെ കാലയളവ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1793 മുതൽ 1805 വരെ പറയാം. അതിൽ ഒന്നാം പഴശ്ശി കലാപമാണെങ്കിൽ 1793 മുതൽ 97 വരെയാണ്. രണ്ടാം പഴശ്ശി കലാപമാണെങ്കിൽ 1800 മുതൽ 1805 വരെയാണ്. അപ്പോൾ വർഷം ജസ്റ്റ് പഠിച്ചു വെക്കുക. കുറിച്യ കലാപം 1812, കുണ്ട്ര വിളംബരം 1809, പഴശ്ശി കലാപം 1793, 97, 1800, 1805, മലബാർ കലാപം 1921. ഇനി വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഒന്നാമത്തത്, കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് അല്ലെ. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു, ശരിയാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം എന്ന മാസിക ആരംഭിച്ചു. 1914 ശിവയോഗി വിലാസം എന്ന മാസിക ആരംഭിച്ചു. 1947 ഗാന്ധിജിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. 1947 കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. 1947 കേരളത്തിൽ വന്നിട്ടൊന്നുമില്ല, പിന്നെ അങ്ങോട്ട് പോയിട്ട് കാണണം, അപ്പോൾ അതും നടന്നിട്ടൊന്നുമില്ല. അപ്പം 1947 കൂടിക്കാഴ്ച നടത്തി, ഗാന്ധിജിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് തെറ്റാണ്. അപ്പം 3 പ്രസ്താവനകൾ ശരിയായിട്ടുള്ള പഠിച്ചു വെക്കാം. നമുക്ക് കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് ആര് ജനിക്കുന്നത്? വാഗ്ഭടാനന്ദ ഗുരു ജനിക്കുന്നത്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം എന്ന മാസികയും ആരംഭിച്ചു. 31ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന അല്ലെ. ഒന്നാമത്തെ എന്താ? സവർണ ജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. സവർണ ജാഥ ഏതുമായി ബന്ധപ്പെട്ടതാ? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. 2, ഇ.വി. രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് സേതുലക്ഷ്മി ബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ആരംഭിക്കുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളായിരുന്നു. അവസാനിക്കുന്ന സമയത്ത് ആരാ? സേതുലക്ഷ്മി ബായി ആണ്. ക്ഷേത്ര പ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം ആണോ? അല്ല. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടന്ന സമരമാണ് ഇത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് അല്ലെ. വൈക്കം ക്ഷേത്രത്തിന്റെ റോഡുകൾ അല്ലെ, വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതിപഥഭേദമെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ഇത് വൈക്കം സത്യാഗ്രഹം. അപ്പൊ 3 ശരിയുള്ളത്. സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആരാ സവർണ ജാഥ നടത്തിയത്? മന്നത്ത് പത്മനാഭൻ അല്ലെ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയാണ് ഇത് സവർണ ജാഥ. സംഘടിപ്പിച്ചതാരാ? മന്നത്ത് പത്മനാഭനാണ്. ഈ ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത് എന്ന് ചോദിക്കാം. ആരാ? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്തത്? സവർണ ജാഥ നടത്തിയത് കേട്ടോ. അതും കൂടി ഓർത്തു വെക്കണേ. ഇനി സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആരാ? ഇ.വി. രാമസ്വാമി നായ്ക്കർ കേട്ടോ. ഇ.വി. രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇനി പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്?
ആരാ? ഓപ്ഷൻ ഡി ആണ് സുബ്രഹ്മണ്യ ഭാരതി. പാഞ്ചാലി ശപഥം എഴുതിയതാരാ? സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഇനി വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാന്ന് കണ്ടെത്തുക. വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാ? ഒന്നെന്താ? 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ചു. ആര്? വൈകുണ്ഠ സ്വാമികൾ ആണോ? തെറ്റാണ്. വൈകുണ്ഠ സ്വാമികൾ ജനിച്ച വർഷം ഏതാ? 1809 കേട്ടോ. 1809 ആര് ജനിക്കുന്നത്? വൈകുണ്ഠ സ്വാമികൾ ജനിക്കുന്നത് എവിടെയാ? നാഗർകോവിലെ സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിക്കുന്നത്. രണ്ടാമത്തെ എന്താ? അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ തെറ്റാണ്. ഇനി രണ്ടാമത്തെ എന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. ശരിയാണ്. അരുൾനൂല് അദ്ദേഹത്തിന്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അതെന്താണ്? തെറ്റാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ശരിയാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാന്ന് വെച്ചാൽ വൈകുണ്ഠ സ്വാമികൾ കേട്ടോ. ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാ? വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ ജനിച്ച വർഷമാണ് തെറ്റുള്ളത്. 1809 അദ്ദേഹം ജനിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസ സമിതിയാണ് ഇത് അയ്യാവഴി എന്നറിയപ്പെടുന്നത്. അരുൾനൂല് അഖിലത്തിരുട്ട് ഇതൊക്കെ ആരുടെ കൃതിയാ? വൈകുണ്ഠ സ്വാമികളുടെ കൃതിയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ആര്? വൈകുണ്ഠ സ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത് ആരാ? വൈകുണ്ഠ സ്വാമികളാണ്. ഇനി വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന കുറിച്യ കലാപത്തെ പറ്റിയിട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാന്ന് കണ്ടെത്തുക. കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1812 കലാപം നടക്കുന്നത് അല്ലെ. കുറിച്യ കലാപം ഏതാ വർഷം? 1812 കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ രാമനമ്പിയാണ് നിയോഗിച്ചത്. തെറ്റില്ലേ? ആരാ? കുറിച്യ കലാപത്തിന്റെ നേതാവാണ് ആര്? രാമനമ്പി. തെറ്റാണ്. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. കലാപത്തിന്റെ പ്രധാന നേതാവ് ആരാ? രാമനമ്പിയാണ്. അപ്പവും തെറ്റാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പം കുറിച്യ കലാപം നടന്ന വർഷം 1812 വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യമായിരുന്നു ഇത് കലാപകാരികൾ ഉയർത്തിയത്. കുറിച്യ കലാപത്തിന്റെ നേതാവ് ചോദിച്ചാൽ ആരാ? രാമനമ്പിയാണ്. ഇനി താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ഗുരുവിന്റെ കൃതി അല്ലാത്തത് ഏതാ? നവമഞ്ചരി, ദർശനമാല, ദൈവദശകം ഇതൊക്കെ ആരെ കൃതിയാ? ഗുരുവിന്റെ കൃതിയാണ്. വേദാധികാര നിരൂപണം ആരെ കൃതിയല്ല? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഏത്? വേദാധികാര നിരൂപണം. ഇനി യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നത് നേതൃത്വം നൽകിയത് ആരാ? യോഗക്ഷേമ സഭ രൂപീകരിച്ചത് ആരാ? VT ഭട്ടതിരിപ്പാട്. 1908 യോഗക്ഷേമ സഭ നിലവിൽ വന്നത്. ആരാ രൂപീകരിച്ചത്? VT ഭട്ടതിരിപ്പാടാണ്. ഇനി മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് ആരാ? അർണോസ് പാതിരി. ഓപ്ഷൻ ഡി അർണോസ് പാതിരിയാണ്. ഇനി 1809 കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചതാരാണ്? 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാരാ? വേലുത്തമ്പി ദളവയാണ്. ഇനി 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാ? 1809 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം എവിടെയായിരുന്നു? ആലപ്പുഴയാണ്. ഓപ്ഷൻ സി ആണ്, ആലപ്പുഴയിലാണ്. ഇനി സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ സി ആണ്, വൈകുണ്ഠ സ്വാമികളാണ്. ഇനി സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അല്ലെ ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു ചോദിച്ചാൽ ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരാ? ചട്ടമ്പി സ്വാമികൾ. ഓപ്ഷൻ എ ആണ്, ചട്ടമ്പി സ്വാമികളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സർവ്വവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി കുറിച്യ കലാപത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കുറിച്യ കലാപത്തിന്റെ നേതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? രാമനമ്പി. ആരാ? രാമനമ്പിയാണ്. ഓപ്ഷൻ ബി രാമനമ്പിയാണ്. ഇനി സാമൂഹികമായിട്ട് അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാ? സാമൂഹികമായിട്ട് അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാ? ഓപ്ഷൻ എ ആണ്, പത്രമാണ് മിതവാദി. ഏതാ? മിതവാദി. സാമൂഹികമായിട്ട് അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രമാണ് മിതവാദി. ഇനി കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാ? കല്ലുമാല പ്രക്ഷോഭത്തിന്റെ
നേതാവ് ആരാ? ഓപ്ഷൻ ഡി ആണ് അയ്യങ്കാളി. ഇനി മലബാറിൽ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ്? മലബാറിലെ കർഷക കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മിറ്റി ഏതാ? വില്യം ലോഗൻ കമ്മീഷൻ. ഏതാ? വില്യം ലോഗൻ കമ്മീഷൻ ആണ്. ഇനി മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാ? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. 1.25 കോടി മലയാളികളാണ്. ഇനി സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് ഇത് വൈക്കം സത്യാഗ്രഹം. നമ്മൾ പറഞ്ഞതാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം? ക്ഷേത്രത്തിന്റെ മുൻനടയിലുള്ള വഴികളിലൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു ഏത്? വൈക്കം സത്യാഗ്രഹം. ഇനി പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി ആണ് എടക്കൽ ഗുഹ കേട്ടോ. പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ചോദിച്ചാൽ ഏതാ? എടക്കൽ ഗുഹയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട അല്ലെ? എവിടെയാ? കാസർഗോഡ് ജില്ലയിലാണ് ബേക്കൽ കോട്ട. അത് ഏത് വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി പള്ളിക്കര വില്ലേജിലാണ്. ഇനി രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാ? ഓപ്ഷൻ എ ആണ്. ഡോക്ടർ അയ്യത്താൻ ഗോപാലനെയാണ്. ഇനി 1812 രാമനമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം എന്താ? ആ സമയത്ത് എനിക്ക് തോന്നുന്നു കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ. 1812 രാമനമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ എന്താ? ഒന്ന്, ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് ശരിയാണ്. നികുതി പണമായിട്ട് തന്നെ അടക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് മൂന്നും എന്താണ്? കുറിച്യ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. പഠിച്ചു വെക്കുക. 1812 ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതാണ് 1812 കുറിച്യ കലാപത്തിന്റെ ഒന്നാമത്തെ കാരണം. 2, നികുതി പണമായിട്ട് അടക്കാൻ നിർബന്ധിച്ചു. നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇനി ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഏതാ? പാലക്കാട് ജില്ലയിലാണ് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇ വി രാമസ്വാമി നായ്ക്കരുമായിട്ട് ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഇ വി രാമസ്വാമി നായ്ക്കരുമായിട്ട് ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാ? വൈക്കം സത്യാഗ്രഹമാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ രാജവംശമായിട്ടുള്ള മൂഷക വംശം ഭരണം നടത്തിയിരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ രാജവംശമായിട്ടുള്ള മൂഷക വംശം ഭരണം നടത്തിയിരുന്നത് എവിടെയാ? ഓപ്ഷൻ ഡി ആണ് കോലത്തുനാട്. എവിടെയാ? കോലത്തുനാട്. ഇനി പടയണി എന്ന കലാരൂപത്തെക്കുറിച്ച് പടയണിയുടെ ഗീവതളം എന്ന മലയാള പുസ്തകം എഴുതിയതാരാണ്? പടയണി എന്ന കലാരൂപത്തെക്കുറിച്ച് പടയണിയുടെ ഗീവതളം എന്ന മലയാള പുസ്തകം എഴുതിയത് ആരാ? ഓപ്ഷൻ ബി ആണ് കടമ്മനിട്ട വാസുദേവൻ പിള്ള. കേട്ടോ, കടമ്മനിട്ട വാസുദേവൻ പിള്ളയാണ്. ഇനി കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിന്റെ രചയിതാവ് ആരാണ്? കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിന്റെ രചയിതാവ് ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡി ആണ് സി അച്യുതമേനോൻ. ആരാ? സി അച്യുതമേനോന്. ഇനി കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ കലാപം ഏതാ? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ കലാപം ഏതാ? ഓപ്ഷൻ ബി ആണ് അഞ്ചുതെങ്ങ് കലാപം. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാ? ശ്രീ ചിത്തിര തിരുനാൾ. ഓപ്ഷൻ സി ആണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇനി രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ പ്രദേശം ഏതാണ്?
രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ പ്രദേശം ഏതാ? ഓപ്ഷൻ ഡി ആണ് പയ്യന്നൂർ അല്ലെ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ചോദിച്ചാൽ ഏതാ? പയ്യന്നൂരാണ്. ഇനി മൂലധനം ഒരു മുഖവുര എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാ? മൂലധനം ഒരു മുഖവുര എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാ? EMS നമ്പൂതിരിപ്പാടാണ്. ഇനി 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയതാണ്. നേരെ തിരിച്ചും ചോദിക്കാം. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയിട്ട് ഗൗരി പാർവതിബായി വിളംബരം പുറപ്പെടുവിച്ച വർഷം അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഏതാ? 1817 ആണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരാ? തന്നിരിക്കുന്നതിൽ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരാ? TK മാധവൻ അല്ലെ. ഓപ്ഷൻ എ ആണ് TK മാധവനാണ്. ഇനി തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായിട്ട് ബന്ധമില്ലാത്തതാരാ? തന്നിരിക്കുന്നതിൽ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാ? കീഴരിയൂർ ബോംബ് കേസ് അല്ലെ. എവിടെ നടന്നതാണ്? മലബാറിൽ നടന്നതാണ്. ഇത് കീഴരിയൂർ ബോംബ് കേസ്. പുന്നപ്ര വയലാറ്, മലയാളി മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭമൊക്കെ എന്താ? തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളാണ്. കീഴരിയൂർ ബോംബ് കേസാണെങ്കിൽ എവിടെയാ? മലബാറിലാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ട വർഷം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ട വർഷം ഏതാ? ഓപ്ഷൻ എ ആണ് 1861. ഇനി കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാരാ? കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാരാ? ശ്രീനാരായണ ഗുരുവാണ്. ഇനി 1956 കേരളം രൂപീകരിക്കുന്ന സമയത്ത് എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? കേരളം രൂപീകൃതമാകുന്ന സമയത്ത് എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. കേരളം രൂപീകരിക്കുന്ന സമയത്ത് എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5 ജില്ലകളാണ്. ഇനി ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാ? ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ആണ് വാഗ്ഭടാനന്ദനാണ്. ഇനി പയ്യന്നൂരിൽ വെച്ചിട്ട് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? പയ്യന്നൂർ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാ? ജനസംഖ്യാനുപാതമായിട്ടുള്ള സംവരണം എന്നുള്ളത് തെറ്റാണ്. ആ സമ്മേളനത്തിൽ ചർച്ച ചെയ്തത്, അതായത് 1920 മഞ്ചേരി സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഖിലാഫത്ത്, ഭരണപരിഷ്കാരം, അതുപോലെ കുടിയായ്മ പ്രശ്നം. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം ഏതാ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ് റൗലറ്റ് ആക്ട് ആണ്, അല്ലെങ്കിൽ റൗലറ്റ് നിയമമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമമാണ് ഇത്, റൗലറ്റ് ആക്ട്. ഇനി ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഇത് സോ മെനി ടൈംസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാ? VP മേനോൻ അല്ലെ. VP മേനോൻ, വാപ്പാല പങ്കുണ്ണി മേനോന്. ഇനി ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 K കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 K കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ആരാ? ഓപ്ഷൻ എ ആണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് ആറ്റിങ്ങൽ കലാപം. ഏതാ? ആറ്റിങ്ങൽ കലാപമാണ്. ഇനി തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം ഏതാ? തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം ഏതാ? 1949 ജൂലൈ 1 കേട്ടോ. തിരുക്കൊച്ചി സംയോജനം ചോദിച്ചാൽ ഏതാ വർഷം? 1949 ജൂലൈ 1 ഇനി തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാ? തൊട്ടുമുന്നേ നമ്മൾ പഠിച്ചതാണ്. ഏതാ? തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ചോദിച്ചാൽ ആരാ? ഗൗരി പാർവതിബായി അല്ലെ. ഗൗരി പാർവതിബായി ആണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരാണ്?
INCയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ചോദിച്ചാൽ ആരാ? സി ശങ്കരൻ നായർ കേട്ടോ. ഓപ്ഷൻ സി ആണ്, സി ശങ്കരൻ നായർ. ഇനി അയ്യങ്കാളി ജനിച്ച വർഷം ഏതാണ്? അയ്യങ്കാളി ജനിച്ച വർഷം ചോദിച്ചാൽ ഏതാ? 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28 ആര് ജനിക്കുന്നത്? അയ്യങ്കാളി ജനിക്കുന്നത്.